പുഷ്പ 2 കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ അടുത്ത് കണ്ട ഒരു സീരീസിലെ ഒരു ഡയലോഗാണ് ഓർമ്മ വന്നത്. ഒരു തിരക്കഥാകൃത്തും പ്രൊഡ്യൂസറും തമ്മിലുള്ള സംഭാഷണമാണ്. തിരക്കഥാകൃത്ത് ഒരു തിരക്കഥയുമായി വരുമ്പോൾ പ്രൊഡ്യൂസർ പറയും, ഇതൊന്നുമല്ല സാധാരണ ജനങ്ങൾക്ക് വേണ്ടത്, അവർക്ക് വേണ്ടത് എന്റർടൈൻമെന്റ് ആണ്, വയലൻസ്, ഒറ്റയാൾ ഹീറോയിസം, അങ്ങനെ അവരുടെ ജീവിതത്തിൽ കാണാൻ പറ്റാത്ത എന്നാൽ അവർ കണ്ട് ആസ്വദിക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ തിരക്കഥയാക്കുക, എന്നാലേ പണം വാരാൻ കഴിയൂ എന്ന്. അപ്പൊ നമ്മുടെ തിരക്കഥാകൃത്ത് ചോദിക്കും, അത് അവരുടെ ബുദ്ധിയെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെ ആകില്ലേ എന്ന്. അവർക്ക് എന്താണോ കാണേണ്ടത് അതാണ് കൊടുക്കേണ്ടത്, അങ്ങനെ കോടികൾ ഉണ്ടാക്കാൻ പറ്റൂ എന്നതാണ് ഉത്തരം. പുഷ്പ കണ്ടപ്പോൾ ഇതാണോ ഇന്ത്യയിലെ വലിയൊരു ഭൂരിപക്ഷം ആളുകളും കാണാൻ ആഗ്രഹിക്കുന്നത് എന്നായിരുന്നു ഞാൻ ആലോചിച്ചത്. പുഷ്പ 2 സിനിമയുടെ അനാലിസിസ് വീഡിയോ ആണ്, സ്പോയിലേഴ്സ് ഉണ്ടായിരിക്കും. പുഷ്പ 1 അഭിനയത്തിന് അല്ലു അർജുന് നാഷണൽ അവാർഡ് കിട്ടിയതാണല്ലോ. ആ ഒരു പോക്ക് വെച്ച് നോക്കിയാൽ ഒന്നല്ല ഒരു 5-6 അവാർഡ് തൂക്കാൻ പുഷ്പ 2 കഴിയും. പുഷ്പ 2 തുടങ്ങുമ്പോൾ നമ്മുടെ പുഷ്പരാജ് ഒരു ഒന്നൊന്നര സ്മഗ്ലറാണ്. ബഡാ സെറ്റപ്പ്, കോടിക്കണക്കിന് പൈസ ചുമ്മാ എറിഞ്ഞു കളയാൻ തക്ക പൈസക്കാരൻ. എല്ലാം ഉണ്ടാക്കിയത് രക്തചന്ദനം കടത്തിയിട്ടും. മൂപ്പര് ജപ്പാനിലൊക്കെ അടിയുണ്ടാക്കാൻ പോകുന്നുണ്ട്. അതും ഒരു കണ്ടെയ്നറിൽ 19 ദിവസം കടന്നാണ് ജപ്പാനിലെത്തിയത് എന്നോർക്കണം. അവിടെ ചെന്ന് എന്റെ രക്തചന്ദനത്തിന്റെ പൈസ എവിടെടാ എന്ന് ചോദിച്ച് പൂരമടി. അങ്ങനെ എല്ലാവരെയും അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യൻ പതാകയുള്ള ഒരു കപ്പൽ ആ വഴി പോകും. ഉടനെ പുഷ്പയ്ക്ക് ദേശസ്നേഹം കയറും. പിന്നെ ഇന്ത്യക്കാരെ കുറിച്ച് വിജൃംഭിച്ച 2 ഡയലോഗടിയാണ്. മൂപ്പര് ഇന്ത്യയെ 3G ആക്കി കള്ളക്കടത്ത് നടത്തുന്നവനാണെങ്കിലും ദേശസ്നേഹത്തിന് കുറവൊന്നുമില്ല. ഈ ഒരു സീൻ കാരണം മികച്ച ദേശസ്നേഹത്തിനുള്ള നാഷണൽ അവാർഡ് കിട്ടുമോ എന്തോ. പുഷ്പ 1 ശ്രീവല്ലിക്ക് കിട്ടിയ ട്രോള് കണ്ട് തലപെരുത്തിട്ടാണെന്ന് തോന്നുന്നു. ഇപ്രാവശ്യം ഭീകരമാറ്റമാണ്. സുകുമാരന്റെ ഭാവനയിലെ ഫെമിനിസ്റ്റ് പുഷ്പയെ കാണേണ്ട കാഴ്ചയാണ്. ഭാര്യ പറയുന്ന മണ്ടത്തരം എല്ലാം അതേപടി അനുസരിക്കലാണ് പുഷ്പയുടെ പണി. ഭാര്യ മുഖ്യമന്ത്രിയുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കണമെന്ന് കളിയായി പറഞ്ഞാൽ ഉടനെ പുഷ്പ ഓടിപ്പോകും മുഖ്യമന്ത്രിയെ കണ്ട് ഫോട്ടോ എടുക്കാൻ. കണ്ട സ്മഗ്ലറുടെ കൂടെയൊന്നും ഫോട്ടോ എടുക്കാൻ പറ്റില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ പുഷ്പയ്ക്ക് ഉടനെ ഫീലാകും. എന്നിട്ട് ആ മുഖ്യമന്ത്രിയെ തന്നെ അങ്ങ് മാറ്റിക്കളയും, വേറെ മുഖ്യമന്ത്രിയെ കൊണ്ടുവരാം. പൈസ കടലാസ് പോലെ വാരിയെറിഞ്ഞ് പുഷ്പം പോലെ മുഖ്യമന്ത്രിയെ മാറ്റിക്കളയും. എന്തിനെ? ഭാര്യയ്ക്ക് ഫോട്ടോ എടുത്ത് ചുവരിൽ തൂക്കാൻ. നിങ്ങൾ പറ, പുഷ്പ ഫെമിനിസ്റ്റ് അല്ലേ? ഇതിലെ ശ്രീവല്ലിയുടെ ജീവിതമാണ് ജീവിതം. പുറത്ത് ഭീകര സ്മഗ്ലർ, വീടിനകത്ത് പക്ഷേ ശ്രീവല്ലിയുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്ന പാവം പുഷ്പ. ഇനി പുഷ്പ ഇമാതിരി ഓരോ പണിക്കിറങ്ങി പടമാകുമോ എന്ന് പേടിയാണെങ്കിൽ അതും വേണ്ട. കാരണം പുഷ്പ ഒരിക്കലും തോൽക്കില്ല. കെട്ടുവാണെങ്കിൽ പുഷ്പയെ പോലൊരു സ്മഗ്ലറെ കെട്ടണമെന്ന് ഏത് കാന്തായിരിക്കും തോന്നിപ്പോകും സിനിമ കണ്ടാൽ. ഏറ്റവും നല്ല റൊമാൻറ്റിക് ചിത്രത്തിനുള്ള അവാർഡും പുഷ്പ തൂക്കും. അമ്മാതിരി റൊമാൻസ് ആണ് സിനിമയിൽ. സംഭവം ഇങ്ങനെയൊക്കെയാണെങ്കിലും തിരക്കഥയിൽ ഒരു ചെറിയ കാര്യം കൂടി ആഡ് ചെയ്യണമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതൊന്നുമല്ല, നമ്മുടെ പുഷ്പയുടെ കുട്ടിക്കാലത്ത് പറമ്പിലൂടെ ഇങ്ങനെ സങ്കടപ്പെട്ട് നടക്കുമ്പോൾ ഒരു തുമ്പി വന്ന് കുത്തുന്നതോ അല്ലെങ്കിൽ ഒരു കടന്നൽ വന്ന് കുത്തുന്നതോ കാണിച്ചിട്ട് സ്പൈഡർമാൻ 8 കാല് കടിച്ച് സ്പൈഡർമാൻ ആയതുപോലെ പുഷ്പയ്ക്കും ആ ഒരു കഴിവ് കിട്ടിയെന്ന് കാണിച്ചിരുന്നെങ്കിൽ സംഗതി പൊളിച്ചേനെ. കാരണം അമ്മാതിരി പറന്നടിയാണ്, അതും കയ്യും കാലും വരെ കെട്ടിവെച്ചിട്ട്. കയ്യും കാലും കെട്ടിയിട്ടും സൂം എന്ന് റോക്കറ്റ് പോലെ പറന്നു വന്നിട്ടുള്ള ആ ഒരു ഫൈറ്റ് ഉണ്ടല്ലോ. ഫൈറ്റിനുള്ള ഈ വർഷത്തെ അവാർഡിന് ഇനി വേറെ ആരും മെനക്കെടേണ്ട, അതും പുഷ്പ തൂക്കി. 3.25 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന നെറ്റ്ഫ്ലിക്സിലെ എക്സ്റ്റൻഡഡ് വേർഷനാണ് ഞാൻ കണ്ടത്. പുഷ്പ 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 എന്ന് പറഞ്ഞും കണ്ടും കേട്ടും മതിയാകാത്ത പുഷ്പ ഭ്രാന്തന്മാർക്ക് വേണ്ടിയാണെന്ന് തോന്നുന്നു 3.25 മണിക്കൂർ പുഷ്പയെ കാണിക്കാൻ നെറ്റ്ഫ്ലിക്സ് തുനിഞ്ഞത്. ഹോ, എന്ത് ഭീകര എന്റർടൈൻമെന്റ്. ഇനി ശെക്കാവത്തിന്റെ കാര്യം കൂടി പറയണമല്ലോ. പുഷ്പ 1 പാർട്ടിയിലേതാ പുഷ്പ എന്നൊക്കെ പറഞ്ഞ് മാസായി വന്ന വില്ലൻ പുഷ്പ 2 എത്തിയപ്പോൾ ശിക്കാരി ശംഭു ലെവൽ ആകുന്നുണ്ട്. സിനിമയിൽ എന്നെക്കാൾ മാസ് വേറെ ആരും കാണിക്കേണ്ട എന്ന് പുഷ്പ വിചാരിച്ചു കാണും. നായകന് മാസാകാൻ വില്ലനെ വെറും കോമഡി പീസാക്കി കളഞ്ഞു. പുഷ്പ 2 കുറച്ച് കഴിയുമ്പോൾ ചന്ദനക്കടത്ത് ചന്ദനമഴയാകുന്നുണ്ട് എന്ന തരത്തിൽ ഒരു ആക്ഷേപം സിനിമയെ കുറിച്ച് കേട്ടിരുന്നു. ഏറ്റവും നല്ല കുടുംബ ചിത്രത്തിനുള്ള അവാർഡ് കൂടി ഒപ്പിക്കാനാണെന്ന് തോന്നുന്നു അവസാനം ഫാമിലി സെന്റിമെന്റ്സ് കൂടി ഇട്ടത്. സിനിമ കേരളത്തിൽ വിജയമായില്ലെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിൽ വലിയ ഹിറ്റായിരുന്നു എന്നാണ് കേട്ടത്. ഈ ഒരു സിനിമ ഇത്രയും ഹിറ്റാകുന്നത് എന്താണ് കാണിക്കുന്നത്? ഇന്ത്യയിലും ബംഗ്ലാദേശിലുമുള്ള പാൻപരാഗ് വാലകളാണ് ഈ ചിത്രത്തെ ഇത്രയും ഹിറ്റാക്കിയത് എന്നൊരു ക്ലാസിസ്റ്റ് അധിക്ഷേപം പല സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിലും കണ്ടിരുന്നു. പുഷ്പ എന്ന കൂലിക്കാരന്റെ സ്വപ്നതുല്യമായ മുന്നേറ്റം, തെലുങ്ക് രാഷ്ട്രീയത്തെ തന്നെ സ്വാധീനിക്കാൻ പറ്റുന്ന മുന്നേറ്റം, ഒരു സാധാരണ കൂലിക്കാരനായ ഇന്ത്യക്കാരന്റെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുന്ന ഒരു എന്റർടൈനറാണ് ഈ സിനിമ. ഈ വീഡിയോയുടെ ആദ്യം പറഞ്ഞതുപോലെ ആ ഒരു സ്വപ്നത്തെ ഇട്ടുകൊടുത്ത് കോടിക്കണക്കിന് പൈസ ഉണ്ടാക്കാൻ പുഷ്പയ്ക്ക് കഴിഞ്ഞു. കള്ളക്കടത്ത് നടത്തിയിട്ടും സ്വയം പൊക്കിയടിക്കുന്ന നായകനും നായകന്റെ ഹീറോയിസം കൂട്ടാൻ വേണ്ടി മാത്രമുള്ള വില്ലന്മാരും മറ്റ് കഥാപാത്രങ്ങളുമുള്ള അൾട്രാ പ്രോ ക്രിഞ്ച് നായികയുള്ള ഒരു ലോജിക്കും ഇല്ലാത്ത തിരക്കഥയുള്ള സ്പൈഡർമാനെ പോലും പറന്നിടിച്ച് തോൽപ്പിക്കാൻ കഴിയുന്ന സെൻസ്ലെസ് ആയ ഫൈറ്റ് സീൻസ് ഉള്ള 3.25 മണിക്കൂർ നേരമുള്ള ആ സ്വപ്നത്തിൽ ആളുകളെ മുക്കിയിടുന്നത് അവരോടുള്ള ഇൻസൾട്ട് ആണോ എന്ന് ആ തിരക്കഥാകൃത്ത് ചോദിച്ചതുപോലെ ഈ സിനിമയുടെ പ്രൊഡ്യൂസറോട് ഈ സിനിമയുടെ തിരക്കഥാകൃത്ത് ചോദിച്ചാൽ എന്തായിരിക്കും അവരുടെ ഉത്തരം? പുഷ്പ 2 ഒരു വില്ലൻ കട്ടയും പടവും മടക്കുമ്പോൾ അടുത്ത സെറ്റ് വില്ലന്മാർ വരും. അങ്ങനെ വന്ന രണ്ടാമത്തെ സെറ്റ് വില്ലന്മാരിലെ മെയിൻ വില്ലൻ പൈസക്കാരനാണ്. 2 ബഡാ പൈസക്കാരുടെ ഒരേ ഒരു വാരിസ്.
1000 കോടിയൊക്കെ വെറും നിസ്സാരം, 10 പൈസ പോലെ കാണുന്നവൻ. ഇത്രയും പൈസയൊക്കെയുള്ള ആളാണെങ്കിലും മൂപ്പരുടെ കെട്ട പല്ലൊന്ന് മാറ്റിവെക്കാൻ പോലും മൂപ്പര് മുതിരുന്നില്ല എന്നതാണ് രസം. മണ്ണിൽ കടന്ന് ഉരുണ്ടതുപോലെ തോന്നിക്കുന്ന മാസങ്ങളായിട്ട് മാറാത്ത ടീഷർട്ടും പാൻസും, ആകെ കൂടി ഒരു കുളിക്കാത്ത രൂപം. തെലുങ്കിലെ ബടാ പൈസക്കാരൊക്കെ ജീവിത രീതിയിൽ ഇത്ര സിമ്പിൾ ആണോ ഗൈസ്? കേരളത്തിലാണെങ്കിൽ അത്രയും പൈസയുള്ളവനൊക്കെ എമ്മാതിരി റിച്ച് സെറ്റപ്പും ലുക്കുമായിരിക്കും. ഡ്രഗ് അടിച്ച് പല്ല് പോയാലും അതൊക്കെ മാറ്റി കുട്ടപ്പനായിട്ടല്ലേ കാണാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ ഈ 1000 കോടി ഉണ്ടായിട്ട് എന്ത് കാര്യം? എന്നാൽ ആന്ധ്രയിൽ അങ്ങനെയല്ല കാര്യങ്ങൾ എന്ന് തോന്നുന്നു പുഷ്പ കണ്ടപ്പോൾ. അപ്പൊ എന്താണ് പുഷ്പ 2 എന്ന സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.